ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇനി വലുതായി ചിന്തിക്കുക, തിങ്ക് ബിഗ് യുഹോ കവയുടെ കണ്ടിന്യൂഷൻ ആണ്. ഫസ്റ്റ് ചാപ്റ്ററിലെ 3rd ഭാഗമാണ് വായിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് 2 ഭാഗങ്ങളും വായിച്ചു. ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞു നമ്മൾ എങ്ങനെ പാഠം യൂസ് ചെയ്യണം, എന്താണ് ആ കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ചാപ്റ്ററിൽ പിന്നെ എന്തായിരിക്കണം, ഒരു സ്വപ്നം ഉണ്ടായിരിക്കണം, അത് യാഥാർത്ഥ്യമാകും വരെ അതിൽ ഉറച്ചു നിൽക്കുക എന്നതായിരുന്നു രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ ഇതിലേക്ക് നമ്മൾ കടക്കുകയാണ്, നല്ല ചിന്ത പുലർത്തുക. ഒന്നാം അധ്യായത്തിലെ 3ാമത്തെ സെക്ഷനാണ് നല്ല ചിന്ത പുലർത്തുക എന്ന് പറഞ്ഞത്. പ്രതികൂല ചിന്തകളെ മനസ്സിൽ വേര് പിടിപ്പിക്കാൻ അനുവദിക്കരുത്. ചെറുപ്പകാലത്ത് ദുഃഖകരവും പരിതാപകരവും അസന്തുഷ്ടകരവുമായ കാര്യങ്ങൾ നമ്മളെ പെട്ടെന്ന് ബാധിച്ചിരുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഈ കാലഘട്ടത്തിൽ നമുക്ക് വൈകാരികമായി എളുപ്പത്തിൽ വ്രണപ്പെടുന്നതിനും ചുറ്റുപാടുകളോട് വളരെ സംവേദനക്ഷമത പുലർത്തുന്നതിനുമുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നു. ഉദാഹരണത്തിന്, ഒരു ബന്ധുവിന്റെ മരണത്തിന്, അപകടത്തിന് അല്ലെങ്കിൽ രോഗാവസ്ഥയ്ക്ക് ഒരു ചെറുപ്പക്കാരന്റെ എളുപ്പത്തിൽ വഴങ്ങുന്ന മനസ്സിന്മേൽ വളരെ നിഷ്പ്രയാസം പിടിമുറുക്കാനും സ്വാധീനിക്കാനും കഴിയും. ഇത്തരം സംഭവങ്ങൾ അധിക നാൾ നമ്മളിൽ തങ്ങി നിൽക്കാൻ അനുവദിക്കരുത്. കാരണം അവയോടുള്ള ശക്തിയായ പ്രതികരണം അസന്തുഷ്ടിക്കുള്ള ആഗ്രഹമായി രൂപാന്തരപ്പെടും. ഈ ദുരിതാനുഭവം ഇല്ലെങ്കിൽ നമ്മളല്ലാതെ ആകുന്നത് പോലെയുള്ള അസ്വസ്ഥത അനുഭവപ്പെടുന്നിടം വരെ അത് എത്തിയെന്നിരിക്കും. ചെറുപ്പത്തിൽ നമ്മുടെ മനസ്സ് വളരെയധികം വൈകാരികമായി സംവേഗതത്വമുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രതികൂല ചിന്തകളെയും ആശയങ്ങളെയും തത്വശാസ്ത്രങ്ങളെയും ഒരിക്കലും നമ്മുടെ മനസ്സിൽ വേര് പിടിപ്പിക്കാൻ അനുവദിക്കരുത്. ഒരിക്കൽ ഞാൻ പരാജയപ്പെട്ടു, അതുകൊണ്ട് ഞാൻ പൂർണ്ണമായും ഒരു പരാജയമായിരിക്കും എന്നും വിചാരിക്കരുത്. ഞാൻ വിമർശിക്കപ്പെട്ടു, എനിക്കിനി തുടർന്ന് ചെയ്യാനാകുമെന്ന് തോന്നുന്നില്ല. ഞാൻ എന്റെ ജോലിയിൽ ഒരു പ്രയോജനവുമില്ലാത്തവനാണെന്ന് ചീത്ത കേട്ടു. ഞാൻ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഒരു പരാജയമാണ്. ഞാനൊരു മോശം വിദ്യാർത്ഥിയാണെന്ന് പറയപ്പെട്ടു. എനിക്കൊരു ഭാവിയില്ല. എനിക്ക് എന്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയുമില്ല. കാരണം എനിക്കൊരു നല്ല സ്കൂളിൽ പ്രവേശനം കിട്ടിയില്ല. എന്റെ മാതാപിതാക്കൾ എന്നെ വെറുക്കുന്നു. അതുകൊണ്ട് എനിക്കൊരു പ്രത്യാശയുമില്ല. എന്റെ കൂട്ടുകാരി എന്നെ അവഗണിക്കുന്നു. അവൾ മിക്കവാറും ഇനിയും എന്റെ സുഹൃത്തായിരിക്കാൻ ആഗ്രഹിക്കുകയുണ്ടാകില്ല. എന്റെ ജീവിതം അവസാനിച്ചു കാരണം ഞാൻ ബിസിനസ്സിൽ പരാജയപ്പെട്ടു. നിങ്ങൾ മിക്കവാറും മുകളിൽ പറഞ്ഞതുപോലുള്ള ധാരാളം പ്രതികൂല ചിന്തകൾ ഉണ്ടായിരിക്കാം. പക്ഷെ അവയെ നിങ്ങളുടെ മനസ്സിൽ വേര് പിടിപ്പിക്കാൻ അനുവദിക്കരുത്. നിങ്ങൾ മുള പോലെ വളരുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നമുക്ക് ഒരിക്കലും ഒരേ സമയം 2 വ്യത്യസ്തമായ കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയില്ല എന്നത് ഒരു വലിയ വസ്തുതയാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പ്രതികൂല ചിന്ത കടന്നു വരുന്നതായി കണ്ടാൽ പെട്ടെന്ന് തന്നെ അതിനെ ഒരു നല്ല അനുകൂലമായ ചിന്തകളോട് മാറിക്കടക്കുക. എപ്പോഴെല്ലാം നിങ്ങളുടെ പ്രതികൂലമായി ചിന്തിക്കുന്നുവോ അല്ലെങ്കിൽ കാര്യങ്ങൾ പ്രതികൂലമായി കാണുന്നുവോ അപ്പോഴെല്ലാം അതിനു പകരമായി അവസ്ഥകളെ അല്ലെങ്കിൽ അടുത്തു തന്നെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ അനുകൂലമായ തരത്തിൽ വീക്ഷിക്കുക. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ പരീക്ഷണത്തെ നേരിടുമ്പോൾ പോലും ആ സാഹചര്യങ്ങളെ മനസ്സിലാക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന രീതി മാറ്റാൻ നിങ്ങൾക്ക് എപ്പോഴും കഴിയും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് അതിനെ എതിർകോണിൽ നിന്നും വീക്ഷിക്കുക എന്നതാണ്. ഉദാഹരണത്തിന്, ഞാനിപ്പോൾ ഒരു ദുഷ്കരമായ സാഹചര്യത്തിലാണ്. എന്നാൽ ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതിൽ നിന്നും എനിക്ക് അനുകൂലമായ എന്തെങ്കിലും തിരിഞ്ഞേക്കും എന്നോ, അല്ലെങ്കിൽ അവൻ എന്നെ വളരെ കഠിനമായി വിമർശിക്കുന്നു, പക്ഷെ അവൻ പറയുന്നത് വാസ്തവത്തിൽ തെറ്റല്ല. ഒരുപക്ഷെ ഇത് എനിക്ക് എന്റെ ദൗർബല്യങ്ങളെ മറികടക്കാനും അതിൽ നിന്നും വളരാനും ഉള്ള അവസരമായിരിക്കും. അവൻ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ചിലത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതാകാം എന്ന് ചിന്തിക്കുക. നിങ്ങൾ ജീവിതത്തിൽ ഏറ്റുമുട്ടുന്ന പ്രശ്നങ്ങൾ
എത്രമാത്രം വെല്ലുവിളികൾ നിറഞ്ഞതായാലും നിങ്ങൾക്ക് അവയെ വീക്ഷിക്കുന്ന മനസ്സിലാക്കുന്ന രീതി മാറ്റാനും അവയെ അനുകൂലവും നിർമ്മാണപരവുമായ മനോഭാവം കൊണ്ട് അഭിമുഖീകരിക്കാനും കഴിയും. നിങ്ങൾ മുളപ്പിച്ചെടുക്കുന്ന അനുകൂലത്വത്തിന്റെയും നിർമ്മാണകതയുടെയും വിത്തുകൾ നിശ്ചയമായും പുഷ്പിക്കുകയും അനുകൂലവും നിർമ്മാണാത്മകവുമായ ഒരു ഭാവിയിലേക്ക് വിളഞ്ഞ് പാകമാവുകയും ചെയ്യും. വളർച്ചയിലൂടെയുള്ള യാത്രയിൽ നമ്മൾ പലപ്പോഴും പ്രതിരോധങ്ങളെ അഭിമുഖീകരിച്ചേക്കും. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ നിങ്ങളെ വിമർശിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങളെ തളർത്താൻ ശ്രമിച്ചേക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഗുണകാംക്ഷികളായ വളർച്ചയിലൂടെയുള്ള യാത്രയിൽ നമ്മൾ പലപ്പോഴും പ്രതിരോധങ്ങളെ അഭിമുഖീകരിച്ചേക്കും. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ വിമർശിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങളെ തളർത്താൻ ശ്രമിച്ചേക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഗുണകാംക്ഷികളായ മാതാപിതാക്കന്മാരുടെ സ്നേഹം, സ്കൂളിലെയോ കോളേജിലെയോ അധ്യാപകരുടെ പ്രൊഫസർമാരുടെ അല്ലെങ്കിൽ ജോലിസ്ഥലത്തെ മേലുദ്യോഗസ്ഥന്റെ അസൂയ നിങ്ങളുടെ മുന്നോട്ടു പോക്കിന്റെ പ്രതിബന്ധം സൃഷ്ടിക്കുന്നതായി നിങ്ങൾ കണ്ടേക്കാം. ഇതുപോലുള്ള സമയങ്ങളിൽ കൂമ്പുകളുടെ ശക്തിയെക്കുറിച്ചും താഴ്ന്നു കൊടുത്താലും പിന്നീട് പൂർവസ്ഥിതി പ്രാപിക്കാനുള്ള കഴിവിനെ കുറിച്ചും ചിന്തിക്കുക. അവ വളരെ ശക്തിയുള്ളതാണ്. അവയ്ക്ക് തറയിൽ പോലും മുളയ്ക്കാൻ കഴിയും. നിങ്ങളും ഒരു മുളക്കൂമ്പിനെ പോലെ ശക്തിയുള്ളതായിരിക്കാനും വളരാനും കഴിയും. ഉന്നതങ്ങളിൽ എത്തുന്നതിനെയും ഉയരത്തിലേക്ക് വളരുന്നതിനെയും കുറിച്ച് നിങ്ങൾ ദൃഢമായ ചിന്ത പുലർത്തുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് അഭിമുഖീകരിക്കുന്നു എന്നത് ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾ നിശ്ചയമായും ഒരു ഉജ്ജ്വലമായ ഭാവി സൃഷ്ടിക്കും. ഇത്തരം സമയങ്ങളിൽ പിൻവാങ്ങൽ വളരെ മൂല്യവത്തായ കാര്യവുമാണ്. നമ്മുടെ ചെറുപ്പത്തിലെ വൈകാരികമായി കീഴ്പ്പെടുന്നതിനുള്ള കൂടിയ സാധ്യത നമുക്ക് മനോവേദനയുണ്ടാക്കുകയും നമ്മളെ വേഗത്തിൽ അസന്തുഷ്ടമായ അനുഭവങ്ങൾക്ക് വശംവദരാക്കുകയും ചെയ്യും. വിമർശിക്കപ്പെടുകയോ പരിഹസിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനോവേദന അനുഭവപ്പെടുന്ന സമയങ്ങളും ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു തിരിച്ചടി മൂലം നിങ്ങൾ ഒരു പരാജയമെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. കടുത്ത നിരാശ പോലും നിങ്ങൾ ഒരിക്കലും സാധാരണയിലപ്പുറം എന്തെങ്കിലും ആയിത്തീരുമെന്ന് സങ്കല്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിയെന്നിരിക്കും. ഈ ചിന്തകൾക്ക് ഒരു വിരാമം ഇടുക. ശക്തനായിരിക്കുകയും തിരിച്ചെഴുന്നേൽക്കുകയും ചെയ്യും. നിങ്ങൾ വീഴുമ്പോൾ സ്വയം തിരികെ എഴുന്നേൽക്കാനുള്ളതിനുള്ള ശക്തി കണ്ടെത്തുക. അടുത്ത പ്രഭാതത്തിൽ ഉണരുമ്പോൾ കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ ശക്തിയോടെയും കൂടുതൽ ഊർജത്തോടെയും എഴുന്നേൽക്കുക. നിങ്ങൾ എത്ര തവണ അടിച്ചു നിലം പറ്റിക്കപ്പെട്ടാലും സാരമില്ല, ഒരിക്കലും വിട്ടുകളയരുത്. സ്വന്തം കാലിൽ തിരികെ ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യുക. അതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. നല്ലപോലെ ചിന്ത പുലർത്തുക. നമ്മൾ ചിന്തിക്കുക. പിന്നെ നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങൾ നമുക്ക് വരുമ്പോൾ നമ്മൾ വിട്ടുകൊടുക്കല്ല, ഞാൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഒരു സാരാംശമാണ് ഈ ഒന്നാമത്തെ ചാപ്റ്ററിലെ 3ാമത്തെ ഭാഗം പറയുന്നത്. ഓക്കെ, ഈ അധ്യായം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ചിന്തയുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഈ അധ്യായത്തിൽ പറഞ്ഞത്. അപ്പോൾ അടുത്ത ചാപ്റ്ററിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.